നമസ്കാരം. നല്ല കനത്ത ചൂടുള്ള ഒരു ദിവസം. നിങ്ങളുടെ എ.സി. തണുത്ത കാറ്റിന് പകരം ഐസ് തരുന്നത് കണ്ടിട്ടുണ്ടോ? എന്താല്ലേ, സംഭവം കുറച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒന്നാണ്, പക്ഷേ ഇത് സാധാരണയായി കാണുന്നൊരു പ്രശ്നം തന്നെയാണ്. അപ്പോ ഇന്ന് നമ്മൾ ഇതിന്റെ പിന്നിലെ കാരണം കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോ നിങ്ങളുടെ എ.സിയുടെ ഔട്ട്ഡോർ യൂണിറ്റിൽ ഇതുപോലെ ഐസ് പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇത് കാണാനൊക്കെ ഒരു ഭംഗിയുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഇതത്ര നല്ല ലക്ഷണമല്ല. ഇതൊരു മുന്നറിയിപ്പാണ്. നമുക്കിതിനെ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നത് പോലെ സങ്കൽപ്പിക്കാം. നിങ്ങളുടെ എ.സിയിൽ കാണുന്ന ഈ ഐസില്ലേ, അതൊരു രോഗലക്ഷണമാണ്. സിസ്റ്റത്തിനുള്ളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നതിൻ്റെ ഒരു ക്ലിയർ സിഗ്നൽ. ശരി, അപ്പം നമുക്ക് രോഗനിർണയം തുടങ്ങാം അല്ലേ? ആദ്യം തന്നെ ഈ ഐസ് എങ്ങനെയാണ് നിങ്ങളുടെ എ.സിയുടെ തണുപ്പ് ഇല്ലാതാക്കുന്നതെന്ന് നോക്കാം. ഇതിന്റെ പിന്നിൽ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, വളരെ ലളിതമായൊരു കാര്യമാണ്. അതായത് എ.സിയുടെ പ്രധാന പണി എന്താ? ഹീറ്റ് എക്സ്ചേഞ്ച്. സിമ്പിളായി പറഞ്ഞാൽ റൂമിനകത്തെ ചൂട് വലിച്ചെടുത്ത് പുറത്തേക്ക് കളയുക, എന്നിട്ട് തണുത്ത കാറ്റ് അകത്തേക്ക് തരിക. ഈ പ്രോസസ്സ് നടക്കുന്ന കോയിലുകളിലാണ് സാധാരണയായി പ്രശ്നം തുടങ്ങുന്നത്. ഈ സ്ലൈഡ് നോക്കും. ഇത് ശരിക്കും ഒരു ഹെൽത്തിയായ ആളെയും പനിയുള്ളവരാളെയും താരതമ്യം ചെയ്യുന്ന പോലെയാണ്. നല്ലൊരു യൂണിറ്റില് കോയിലുകളിലൂടെ കാറ്റ് സുഗമമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, ചൂട് പുറത്തേക്ക് പോകും. പക്ഷേ ഐസ് പിടിച്ച യൂണിറ്റിലോ, ആ ഐസ് ഒരു പുതപ്പ് പോലെ പ്രവർത്തിക്കും. അത് കാറ്റിനെ തടയും. അതോടെ ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന പ്രോസസ്സ് അവിടെ നിൽക്കും. ഫലമോ എ.സി തണുപ്പിക്കുന്നത് നിർത്തും. അത്രയുള്ളൂ കാര്യം. പ്രിസം എയർ സിസ്റ്റംസ് പറയുന്നത് കേട്ടില്ലേ? വളരെ കൃത്യമാണ്. ഔട്ട്ഡോർ യൂണിറ്റിൽ ഐസ് വന്നാൽ അത് ഹീറ്റ് എക്സ്ചേഞ്ച് പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: ഐസല്ല യഥാർത്ഥ പ്രശ്നം, അതൊരു വലിയ പ്രശ്നത്തിന്റെ ലക്ഷണം മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി അറിയേണ്ടത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നാണ്. ഈ രോഗലക്ഷണത്തിന് പിന്നിലെ യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് നോക്കാം. സാധാരണയായി എ.സിയിൽ ഐസ് വരാൻ 5 പ്രധാന കാരണങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ഇതൊരു ചെക്ക് ലിസ്റ്റ് പോലെ കണ്ടാൽ മതി. നിങ്ങളുടെ എ.സിയുടെ പ്രശ്നം എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റിയേക്കും. ഒന്നാമതായി, റെഫ്രിജറന്റ് അഥവാ ഗ്യാസ് കുറയുന്നത്. ലീക്ക് കാരണം പ്രഷർ കുറയുമ്പോൾ കോയിലുകൾ ഒരുപാട് തണുത്തുപോയി ഐസ് പിടിക്കും. രണ്ടാമത്തേത്, എയർ ഫ്ലോ ബ്ലോക്ക് ആവുന്നത്. ഫിൽറ്ററിലെ പൊടിയോ അഴുക്കോ ഒക്കെ ഇതിന് കാരണമാകാം. പിന്നെ പുറത്ത് നല്ല തണുപ്പുള്ളപ്പോൾ എ.സി ഓൺ ചെയ്യുന്നത്, അതും ഐസ് ഉണ്ടാക്കും. നാലാമത്തേത്, സെൻസറുകളുടെ തകരാറാണ്. തെർമോസ്റ്റാറ്റിനോ കോയിൽ സെൻസറിനോ പ്രശ്നമുണ്ടെങ്കിൽ ഐസ് വരുന്നത് നിർത്താൻ സിസ്റ്റത്തിന് സിഗ്നൽ കിട്ടില്ല. അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും കൃത്യമായ മെയിൻ്റനൻസിന്റെ അഭാവം തന്നെ. സർവീസ് ചെയ്യാതിരുന്നാൽ പൊടിയടിഞ്ഞ് സിസ്റ്റത്തിന് മൊത്തത്തിലൊരു സ്ട്രെസ് വരും. ശരി, ഈ ഐസ് കണ്ടിട്ട് അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ എന്ത് സംഭവിക്കും? ഇതൊരു ചെറിയ പ്രശ്നമായി തോന്നാമെങ്കിലും ഇത് അവഗണിക്കുന്നത് ദീർഘകാലത്തിൽ നിങ്ങളുടെ എ.സിയുടെ ആരോഗ്യത്തിനും പോക്കറ്റിനും ഒരുപോലെ ദോഷം ചെയ്യും. നോക്കൂ, ഐസ് പിടിക്കുമ്പോൾ എ.സിക്ക് റൂം തണുപ്പിക്കാൻ കൂടുതൽ പണിയെടുക്കേണ്ടി വരും. സ്വാഭാവികമായും കറന്റ് ബില്ല് കൂടും. അതിനേക്കാളൊക്കെ പ്രധാനമായി സിസ്റ്റത്തിന്റെ ഹൃദയമെന്ന് പറയാവുന്ന കംപ്രസറിന് ഓവർലോഡ് വരും. കാലക്രമേണ അത് മൊത്തത്തിൽ പണിമുടക്കാനത് കാരണമായേക്കാം. ഈ ചാർട്ട് കണ്ടാൽ സംഭവം വളരെ ക്ലിയറാവും. നോർമലായി പ്രവർത്തിക്കുമ്പോൾ ചെലവ് കുറവാണ്. ഐസ് പിടിച്ചു തുടങ്ങിയാൽ കറന്റ് ബില്ലിന്റെ രൂപത്തിൽ ചെലവ് കൂടും. പക്ഷേ സിസ്റ്റത്തിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാലോ? അറ്റകുറ്റപ്പണിക്കോ അല്ലെങ്കിൽ ഒരു പുതിയ യൂണിറ്റ് വാങ്ങാനോ ആയിട്ട് നല്ലൊരു തുക തന്നെ കയ്യിൽ നിന്ന് പോകും. പേടിക്കേണ്ട, എല്ലാ അസുഖത്തിനും ഒരു മരുന്നുണ്ടല്ലോ. പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചത് മതി. ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് വരാം. നിങ്ങളുടെ എ.സിയെ എപ്പോഴും ആരോഗ്യത്തോടെ വയ്ക്കാനുള്ള ഒരു കുറിപ്പടി, അതാണിനി പറയാൻ പോകുന്നത്. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എ.സിയിൽ ഐസ് കണ്ടാൽ ഒരു മടിയും വിചാരിക്കാതെ ഉടൻ തന്നെ അത് ഓഫ് ചെയ്യുക. വേണമെങ്കിൽ ഫാൻ മോഡിലിട്ടാൽ ഐസ് വേഗം ഉരുകിക്കിട്ടും. ഐസ് മുഴുവനായും പോയി എന്നുറപ്പാക്കിയിട്ട് മാത്രം എ.സി വീണ്ടും ഓൺ ചെയ്യുക. ഇത് കൂടുതൽ ഡാമേജ് ഒഴിവാക്കാൻ വളരെ അത്യാവശ്യമാണ്. ഇനി ഭാവിയിൽ ഈ പ്രശ്നം വരാതിരിക്കാൻ എന്തു ചെയ്യണം? കൃത്യസമയത്ത് സർവീസ് ചെയ്യുക. ഫിൽറ്ററും കോയിലുമൊക്കെ ക്ലീനാണെന്ന് ഉറപ്പാക്കുക. ഔട്ട്ഡോർ യൂണിറ്റിനു ചുറ്റും കാറ്റ് പോകാൻ തടസ്സങ്ങൾ ഒന്നുമില്ലെന്ന് നോക്കുക. ഗ്യാസ് നിറയ്ക്കുമ്പോൾ ശരിയായ അളവിലും തരത്തിലുമുള്ളത് തന്നെ ഉപയോഗിക്കുക. പിന്നെ ചെറിയ തകരാറുകൾ പോലും കണ്ടാൽ ഉടൻ തന്നെ അത് നന്നാക്കുക. അപ്പോൾ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. ഒരസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അത് വരാതെ നോക്കുന്നതാണെന്ന് നമ്മൾ എപ്പോഴും പറയാറില്ലേ? നിങ്ങളുടെ എ.സിയുടെ കാര്യത്തിലും അത് 100% ശരിയാണ്. അപ്പോൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ എ.സിയുടെ അടുത്ത ചെക്കപ്പ് എപ്പോഴാ?